MC നാസറിലേക്ക് കൂടി ഒരിക്കൽ കൂടെ പോവുകയാണ്. നാസർ, സമാധാനം ആഗ്രഹിക്കുന്നവർ, കാരണം ഈ യുദ്ധത്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് അത് നമ്മുടെ അടുക്കളയിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ യുദ്ധം ഒഴിവാക്കുക, ഇനി യുദ്ധം വേണ്ട, യുദ്ധത്തിനൊരു താൽക്കാലിക വിരാമമല്ല വേണ്ടത്, സമ്പൂർണ്ണമായും യുദ്ധം ഇല്ലാതാക്കുക എന്ന ഇറാനൊപ്പം നിൽക്കുന്ന സമാധാന ചർച്ചകളിലേക്ക് പല രാജ്യങ്ങളും എത്തുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭയിലും ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കാനുള്ള ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കവും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ താൽക്കാലികമായെങ്കിലും ഇറാനുമേൽ ഏർപ്പെടുത്താൻ പോകുന്ന ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് നടത്താൻ പോകുന്ന ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുമ്പോൾ അത് വിശ്വസിച്ച ഒരു സമാധാനം പുലരും പശ്ചിമേഷ്യയിൽ എന്ന് കരുതാം നമ്മൾക്കല്ലേ? വിനീഷ, തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നത് അമേരിക്കൻ താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം മേഖലയിലെ രാജ്യങ്ങൾ നേരത്തെ മുതൽ തന്നെ അവർ വ്യക്തമാക്കിയിരുന്ന കാര്യം ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇക്കാര്യത്തിൽ വേണ്ടത്. അതല്ലാതെ സൈനികമായിട്ടുള്ള സംഘർഷത്തിലൂടെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇറാനെ അമർച്ച ചെയ്യുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തുടക്കം മുതൽ തന്നെ ഈ മേഖലയിലെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു. ഇറാനും ഇക്കാര്യം പറഞ്ഞിരുന്നു. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അത് മേഖലാ യുദ്ധമായിട്ട് മാറും. ആ മേഖലാ യുദ്ധം എന്നത് ഈ മേഖലയുടെ താല്പര്യങ്ങളെ മാത്രമാവുകയല്ല, നേരെ മറിച്ച് ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക രംഗത്തെ, നിക്ഷേപ രംഗത്തെ വളരെ പ്രതികൂലമായിട്ട് ഇത് ബാധിക്കും. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ പുലരുന്നതാണ് ഈ പിന്നിട്ട 24 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ ഇപ്പോൾ യുക്രൈൻ യുദ്ധമായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഒരു ദീർഘകാലം നിലനിൽക്കുന്നൊരു യുദ്ധം. 4 വർഷമായിട്ട് ആ യുദ്ധം തുടരുകയാണ്. പക്ഷെ അത് ആ പ്രദേശത്തിന്റെ ഒരു ഭൂമികയ്ക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാക്കിയിട്ടില്ല. നേരെ മറിച്ച് ഈ യുദ്ധം ഇറാനെതിരായിട്ടുള്ള ഒരു യുദ്ധം ആരംഭിച്ചപ്പോൾ 24 ദിവസത്തിനുള്ളിൽ ലോകതലത്തിൽ തന്നെ സാമ്പത്തിക രംഗത്ത്, നിക്ഷേപ രംഗത്ത്, ടൂറിസം രംഗത്ത്, വ്യോമയാന രംഗത്ത് അത് സൃഷ്ടിച്ചിരിക്കുന്ന കെടുതികൾ, അത് മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധികൾ, സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വിവരണാതീതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ യുദ്ധം ഇതേ സ്വഭാവത്തിലോ ഇതിന്റെ വ്യാപ്തിയിലോ തുടരുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വിലയൊടുക്കേണ്ടി വരുന്നത് ലോകം ഒന്നാകെ ആയിരിക്കും എന്ന നേരത്തെ തന്നെയുള്ള ആ വിലയിരുത്തൽ അക്ഷരം പ്രതി ശരിവെക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് ചർച്ചയിലേക്ക് വരാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത്. പിന്നിട്ട് 2 ദിവസമായിട്ട് ഇറാനുമായിട്ട് ചർച്ച നടന്നു. ആ ചർച്ച വളരെ ക്രിയാത്മകമായിരുന്നു എന്ന് ട്രംപ് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ആ ചർച്ച കുറെ കൂടി പൂർണ്ണതയിലേക്ക്, കുറെ കൂടി ആഴത്തിൽ, കുറെ കൂടി പിന്നെ സുസ്ഥിര സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് 5 ദിവസത്തേക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ, വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കരുത് എന്ന ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ട് എന്തായാലും ഈ ചർച്ചകൾ തുടരുകയാണെങ്കിൽ ഈ പ്രതിസന്ധി, ഈ സംഘർഷം അവസാനിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്കുള്ളത്. അതേസമയം ഇറാനിലെ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്ന വാർത്ത എന്നത് ഇറാന്റെ മുന്നറിയിപ്പ് ഫലിച്ചു, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പിന്തിരിഞ്ഞോടുന്നു എന്ന അർത്ഥത്തിലുള്ള വിശേഷണമാണ് മിക്ക ഇറാനിയൻ മാധ്യമങ്ങളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. വിനിഷ, വ്യക്തമാണ്. MC നാസർ, ഏതായാലും പ്രതീക്ഷയുടെ കിരണങ്ങൾ അകലെയല്ല എന്ന് തന്നെ നമുക്ക് ഈ സമയത്തും പ്രത്യാശിക്കാം. യുദ്ധം അവസാനിക്കട്ടെ, സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ മടങ്ങിയെത്തട്ടെ.